തിരുവനന്തപുരം മുടവൻ മുകളിൽ വീട്ടിലേക്ക് മതിൽ ഇടിഞ്ഞു വീണു. വാട്ടർ അതോറിറ്റിയുടെ 18 അടിയോളം ഉയരമുള്ള മതിലാണ് ശക്തമായ മഴയിൽ ഇടിഞ്ഞു വീണത്. തലനാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത്. വീടിന്റെ അടുക്കള ഭാഗം ഭാഗികമായി തകർന്നു. സംഭവ സ്ഥലത്ത് നിന്ന് സനീറ്റ ചേരുകയാണ്. സനീറ്റ, വലിയ അപകടമാണ് ഉണ്ടായത്. ഈ ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം? രുചീഷ്, ഇന്ന് പുലർച്ചെ 4:30 ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ വലിയ മതിലെന്ന് പറയാൻ കഴിയില്ല, കരിങ്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു സമുച്ചയം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അതാണ് രാവിലെ 4:30 ഇത്തരത്തിൽ ഒരു വീടിൻ്റെ മുകളിലേക്ക് വീണത്. എന്തായാലും ആളഭയം ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം പുലർച്ചെയായിരുന്നു ഇത്തരത്തിൽ ഒരു അപകടം നടന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും പരിക്കുകളില്ല. വീട്ടിലുള്ളവർ തന്നെയാണ് ഇത്തരത്തിൽ ഈ അപകടം ആദ്യമേ അറിയുന്നത്. എന്തായിരുന്നാൽ പോലും ഈ കെട്ടിടത്തിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ താഴെ ഒരു വയസ്സിരുന്ന അല്ലെങ്കിൽ പ്രായമുള്ള ഒരു അമ്മയുണ്ടായിരുന്നു. അമ്മയാണ് ആദ്യം ഇത്തരത്തിൽ ഒരു കാര്യം അറിയുന്നത്. എന്തായാലും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും യാതൊരു തരത്തിലുള്ള പ്രതികരണവും രാവിലെ ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തുടർന്ന് അവർ എത്തിയിരുന്നു. എന്തായാലും നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ വീടിൻ്റെ അടിവശത്തേക്ക് അല്ലെങ്കിൽ 1-ാം നിലയിലേക്ക് ഇത്തരത്തിൽ മണ്ണ് പൂർണ്ണമായും അങ്ങോട്ടേക്ക് വീഴുന്ന സാഹചര്യമുണ്ട്. വലിയൊരു അപകടമാണ് തലനാടിയിലേക്ക് ഒഴിവായിട്ടുള്ളത്. എന്തായാലും നമ്മളോട് ഇപ്പോൾ വാർഡ് കൗൺസിലർ തന്നെ ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. അദ്ദേഹം ഇപ്പോൾ മറ്റൊരു വ്യക്തിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. വലിയൊരു അപകടം തന്നെയാണ്. തലനാടിയിലേക്ക് നിന്നും മോചനം അല്ലെങ്കിൽ രക്ഷപ്പെട്ട വലിയ താഴ്ചയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു മഴ ഒരാഴ്ച മാത്രമാണ് ഇത്തരത്തിൽ കാലവർഷം വന്ന് ഉണ്ടായിട്ടുള്ളത്. ഇനിയും വലിയ മഴ വരാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്ഥലം വലിയൊരു ഭീതി തന്നെയാണ് ഇപ്പോഴും ആളുകൾക്കുണ്ടാവുക. തീർച്ചയായിട്ടും രുചീഷ്, കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ശക്തമായ മഴ തന്നെയായിരുന്നു തലസ്ഥാനത്ത് പലയിടങ്ങളിലും. അതിന് കാരണം തന്നെയാണ് ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് ഈ വീട്ടിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. മറ്റൊരു കാര്യം നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്, ഒരിക്കലും ഇതൊരു പൂർണ്ണമായും ഒരു മതിലെന്ന് പറയാൻ കഴിയില്ല. ഇത്തരത്തിൽ ദൃശ്യങ്ങൾ കാണുന്ന പോലെ പാറക്കട്ടുകൾ വെച്ച് അടുക്കി വെച്ചിരുന്ന ഒരു മതിൽ പോലെ അവർ നിർമ്മിച്ചു വെച്ച ഒന്ന് മാത്രമാണ്. ഇപ്പോൾ നമ്മളോട് വാർഡ് കൗൺസിലർ തന്നെ ചേരുന്നുണ്ട്. എപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നത്? 4:30 മണിയായി കാണും. ഈ വീടിൻ്റെ ഉടനെ എന്നെ വിളിച്ചു. പറഞ്ഞു വീടിൻ്റെ ബാക്കിലുള്ള വാട്ടർ അതോറിറ്റിയുടെ കരിങ്കിലിട്ട് മതിൽ വീടിൻ്റെ ബാക്കിൽ പൊളിഞ്ഞ് വീഴുന്നു. അപ്പോൾ ഞാൻ ആദ്യം കേട്ട് ആളുകൾക്ക് വല്ല അപകടം ഉണ്ടായില്ല, ആർക്കും അപകടമില്ല. സൗണ്ട് കേട്ടാണ് അവർ എഴിച്ചപ്പോഴാണ് ആദ്യം അവർ ആ വീട്ടിലാണ് കിടന്നത്. അവിടെയാണ് നോക്കി. പിന്നെയാണ് മോളെ വീട്ടിലും സംഭവിച്ചത്. അപ്പോൾ ഇത് 2005 കെട്ടിയതാണ്. അന്ന് ഈ ടാങ്ക് പണിയ സമയത്ത് കെട്ടിയതാണ്. അപ്പോൾ അന്നേ ഞങ്ങളൊക്കെ പറഞ്ഞു, ഇവിടെ കെട്ടണമെങ്കിൽ നിങ്ങൾ കരിങ്കില് കെട്ടണം, കുറേ മണ്ണ് ഫില്ലിങ് ഉണ്ടായിരുന്നു. ഈ ഭാഗത്ത് കുഴി ഭാഗമായിരുന്നു. അപ്പോൾ മണ്ണ് ഫില്ലിങ് ഉള്ളതുകൊണ്ട് അന്നേ പറഞ്ഞു, നിങ്ങൾ കെട്ടണമെങ്കിൽ കോൺക്രീറ്റ് തന്നെ മതിൽ തന്നെ കെട്ടണം. പക്ഷേ അവരത് കെട്ടിയില്ല. കെട്ടിത്തീർന്ന ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഭാഗത്ത് ഒരു നല്ലൊരു വിള്ളൽ വീഴുന്നു. അപ്പോൾ എന്നെ വിളിച്ച് കാണിച്ച് ഞാൻ അവിടെ നോക്കിയിട്ട് ഞാൻ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. പക്ഷേ അവരന്ന് അത് വലിയ സാരമില്ല, അതിന് കുഴപ്പമില്ല. പിന്നെ ആ വീട്ടുകാർ തന്നെ ഏകദേശം 2-3 അടി പൊക്കത്തിൽ അവർ കോൺക്രീറ്റ് ചെയ്ത്. രാവിലെ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് വന്നു? AE വന്നു, AXC വന്നു. ഈ ഫോൺ വിളിച്ച് ചോദിച്ച് അതിപ്പോൾ അടിയന്തരമായിട്ട് കുറേ ജോലിക്കാരെ കൊണ്ട് വന്നു. അപ്പോൾ ജോലിക്കാരെ കൊണ്ട് പറ്റില്ല. അങ്ങനെയാണ് ഇപ്പോൾ JCB വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ JCB വന്നാൽ നടപടി എന്നുള്ളത് ആദ്യ നടപടി എന്നുള്ളത് എല്ലാം മണ്ണെല്ലാം കരിങ്കലെല്ലാം മാറ്റിയ ശേഷം പിന്നെ കെട്ടുള്ളൂ. നമ്മൾ ആദ്യം അത് തന്നെ ചെയ്യണം. അപ്പോൾ രുചീഷ്, അങ്ങനെ തന്നെയാണ്. വലിയ തരത്തിലുള്ള ഒരു മണ്ണുകളാണ്. അല്ലെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ജനങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് ആരും ഇങ്ങോട്ട് നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. പൂർണ്ണമായി ഈ മണ്ണ് നീക്കം ചെയ്യണം. കാരണം വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തന്നെ ഉണ്ടാകും. ഈ മണ്ണ് ഉൾപ്പെടെ നീക്കം ചെയ്തില്ലെങ്കിൽ ഇനിയും വലിയൊരു അപകടം ഉണ്ടാകുമെന്ന് തന്നെയാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും ഉടൻ തന്നെ ഇപ്പോൾ JCB ഉൾപ്പെടെ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും അധികൃതർ ആരെങ്കിലും വന്ന് തന്നെ ഇത്തരത്തിൽ ഈ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ശക്തമായ ഒരു മണ്ണിടിച്ചിൽ തന്നെയാണ്. അല്ലെങ്കിൽ മതിലെന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല. അത്തരത്തിൽ കല്ലുകൾ പൂർണ്ണമായുമാണ് ഈ വീട്ടിൻ്റെ ഉള്ളിലേക്ക് തെറിച്ച് വീണിരിക്കുന്നത്. 2 വീടുകളാണ് ഇവിടെ ഉള്ളത്. ഒരു വീടിൻ്റെ താഴത്തെ നിലയിലേക്ക് പൂർണ്ണമായും ഇത്തരത്തിൽ കല്ലുകൾ വന്ന് പതിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അടുത്ത വീട്ടിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ കല്ലുകൾ തെറിച്ച് വീഴുന്നു. എന്തായാലും ആർക്കും പരിക്കുകളില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ ഒന്ന്. എന്തായാലും വരും മണിക്കൂറിൽ തന്നെ ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ അധികൃതർ വന്ന് ഇത് പൂർണ്ണമായും നീക്കം ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നതുപോലെ വരും ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴ തന്നെ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നീക്കം ചെയ്തില്ലെങ്കിൽ ഇനിയും അപകടം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.